Hi students, welcome to R&K Graphics. ഇന്നത്തെ വീഡിയോയിൽ ക്ലച്ച് ഡിസൈൻ പ്രോബ്ലം ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലച്ചിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെയും സെക്കൻഡ് വീഡിയോയിൽ മൾട്ടിപ്ലേറ്റ് ക്ലച്ചിന്റെയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലച്ചിന്റെ വർക്കിംഗ്, ടൈപ്സ്, ഡിസൈനിങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് എല്ലാവരും കാണണം. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെ ഡിസൈൻ ചെയ്യേണ്ട ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ വീഡിയോയിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഡിസൈൻ ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. A plate clutch having a single driving plate with contact surfaces on each side is required to transmit 110 kW at 1250 rpm. The outer diameter of the contact surfaces is to be 300 mm. The coefficient of friction is 0.4. A. Assuming a uniform pressure of 0.17 Newton per mm square, determine the inner diameter of the friction surfaces. B. Assuming the same dimensions and the same total axial thrust, determine the maximum torque that can be transmitted and the maximum intensity of pressure when uniform wear conditions have been reached. Single plate clutch 1250 rpm maximum rotate ചെയ്ത് 110 kW പവർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലച്ച് പ്ലേറ്റിന്റെ കോണ്ടാക്ട് സർഫസിന്റെ ഔട്ടർ ഡയമീറ്റർ 300 mm കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 ഇത് യൂസ് ചെയ്തിട്ട് യൂണിഫോം പ്രഷർ 0.17 ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ ക്ലച്ച് പ്ലേറ്റിന്റെ കോണ്ടാക്ട് സർഫസിന്റെ ഇന്നർ ഡയമീറ്റർ കണ്ടുപിടിക്കുവാനും കൂടാതെ യൂണിഫോം പ്രഷർ തിയറി യൂസ് ചെയ്തിട്ട് കിട്ടുന്ന പ്ലേറ്റ് ഡയമെൻഷൻസ്, ആക്സിയൽ ത്രസ്റ്റ് കൊണ്ട് യൂണിഫോം വിയർ തിയറി ഇക്വേഷൻസ് ഉപയോഗിച്ച് മാക്സിമം ടോർക്കും മാക്സിമം പ്രഷർ ഇന്റൻസിറ്റിയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കപ്പോഴും സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെ ഡിസൈൻ ചെയ്യുന്നതിന് തരുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡാറ്റാസ് നോട്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഗിവൺ പവർ P is equal to 110 kW is equal to 110 into 10⁻³ watts. Speed N 1250 rpm. Outer diameter D1 equal to 300 mm. That is outer radius R1 150 mm. Coefficient of friction mu 0.4. Pressure intensity P 0.17 Newton per mm square. ക്ലച്ച് ഡിസ്കിന്റെ ഫ്രിക്ഷൻ സർഫസിന്റെ ഇന്നർ ഡയമീറ്റർ ആദ്യം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കുവാൻ ആദ്യം നമുക്ക് പവറും സ്പീഡും യൂസ് ചെയ്തിട്ട് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ക്ലച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ക്ലച്ചിന് ഉണ്ടാവുന്ന ടോർക്കിന്റെ മറ്റൊരു ഇക്വേഷനായ T = N mu WR ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇന്നർ ഡയമീറ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ക്ലച്ച് T = P × 60 / 2πn. ഇവിടെ പവറിന്റെയും സ്പീഡിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T = 110 × 10⁻³ × 60 / 2π × 1250. സോൾവ് ചെയ്താൽ ടോർക്കിന്റെ വാല്യൂ 840 ന്യൂട്ടൺ മീറ്റർ. ഇതിനെ ന്യൂട്ടൺ mmലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 840 × 10⁻³ ന്യൂട്ടൺ mm. അടുത്തത് ക്ലച്ചിൽ ഉണ്ടാവുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആക്സിയൽ ത്രസ്റ്റും മീൻ റേഡിയസ് ഓഫ് ദ ഫ്രിക്ഷൻ സർഫസും കണ്ടുപിടിക്കണം. അതിന് ആദ്യം ആക്സിയൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാം. The axial thrust with which the contact surfaces are held together, W is equal to pressure into area. പ്രഷർ P യും ഏരിയ π × R1² - R2² ആണ്. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.17 × π × 150² - R2². സിംപ്ലിഫൈ ചെയ്താൽ 0.534 × 150² - R2². അപ്പോൾ ആക്സിയൽ ത്രസ്റ്റ് ഇന്നർ റേഡിയസിന്റെ ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് കിട്ടും. അടുത്ത ക്ലച്ച് യൂണിഫോം പ്രഷർ കണ്ടീഷനിലാവുമ്പോഴുള്ള മീൻ റേഡിയസ് കണ്ടുപിടിക്കാം. The mean radius of the contact surfaces for uniform pressure conditions R is equal to
2 by 3 into r1 cube minus r2 cube divided by r1 square minus r2 square എന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് r1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r is equal to 2 by 3 into 150 cube minus r2 cube divided by 150 square minus r2 square. അടുത്തത് ഈ ആക്സിയൽ ത്രസ്റ്റിന്റെയും മീൻ റേഡിയസിന്റെയും ഇക്വേഷൻസ് ക്ലച്ചിന്റെ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ക്ലച്ച് T 840 into 10 raised to 3 is equal to n into mu WR. n നമ്പർ ഓഫ് ഫ്രിക്ഷണൽ സർഫസ് ആണ്. സിംഗിൾ ഡിസ്ക് ക്ലച്ചിന് നമ്പർ ഓഫ് ഫ്രിക്ഷണൽ സർഫസ് 2 ആണ്. ഇതിലേക്ക് W-ന്റെയും R-ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 840 into 10 raised to 3 is equal to 2 into 0.4 into 0.534 into 150 square minus r2 square into 2 by 3 into 150 cube minus r2 cube divided by 150 square minus r2 square. Simplify ചെയ്താൽ 0.285 into 150 cube minus r2 cube. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 150 cube minus r2 cube is equal to 840 into 10 raised to 3 divided by 0.285. പിന്നീട് equal to 2.95 into 10 raised to 6. Then r2 cube is equal to 150 cube minus 2.95 into 10 raised to 6 equal to 0.425 into 10 raised to 6. ഈ വാല്യൂനെ ക്യൂബ് റൂട്ട് ചെയ്താൽ r2ന്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ കിട്ടുന്ന വാല്യൂ r2 is equal to 75 mm. r2 കിട്ടിക്കഴിഞ്ഞാൽ ഇന്നർ ഡയമീറ്റർ d2 is equal to 2 into r2 equal to 2 into 75 equal to 150 mm. അപ്പോൾ യൂണിഫോം പ്രഷർ തിയറി യൂസ് ചെയ്തിട്ട് ക്ലച്ച് ഡിസ്കിലുള്ള ഫ്രിക്ഷണൽ സർഫസിന്റെ ഇന്നർ ഡയമീറ്റർ 150 mm എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്തത് ഇന്നർ ഡയമീറ്ററിന്റെയും ഔട്ടർ ഡയമീറ്ററിന്റെയും ആക്സിൽ ത്രസ്റ്റിന്റെയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡും മാക്സിമം പ്രഷർ ഇന്റൻസിറ്റിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് യൂണിഫോം വിയർ കണ്ടീഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ദ ആക്സിയൽ ത്രസ്റ്റ് W is equal to 0.534 into 150 square minus r2 square എന്നൊരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് r2ന്റെ വാല്യൂ 75 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0.534 into 150 square minus 75 square equal to 9011 Newton. Mean radius of the contact surfaces for uniform wear conditions R is equal to 1 by 2 into R1 plus R2 is equal to 1 by 2 into 150 plus 75 equal to 112.5 mm. ആക്സിയൽ ത്രസ്റ്റിന്റെയും മീൻ റേഡിയസിന്റെയും വാല്യൂസ് ടോർക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് നമുക്ക് കണ്ടുപിടിക്കാം. മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് T ഈക്വൽ ടു n mu WR ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 0.4 into 9011 into 112.5 equal to 811 into 10 raised to 3 Newton mm equal to 811 Newton meter. അടുത്ത മാക്സിമം പ്രഷർ ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഒരു ക്ലച്ച് ഡിസ്കിൽ ഉണ്ടാവുന്ന പ്രഷർ ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത് ഇന്നർ റേഡിയസിലാണ്. കാരണം പ്രഷർ ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയൽ ഡിസ്റ്റൻസ്. അപ്പോൾ യൂണിഫോം വിയർ തിയറി പ്രകാരം P max into R2 is equal to C is equal to P max into 75 Newton per mm. യൂണിഫോം വിയർ തിയറിയിൽ ആക്സിയൽ ത്രസ്റ്റ് W is equal to 2 pi C into R1 minus R2 ആണ്. ഇവിടെ C യുടെയും R1 and R2ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 9011 is equal to 2 pi into P max into 75 into 150 minus 75 is equal to 35347 P maximum. P maximum is equal to 9011 divided by 35347 equal to 0.255
Newton per mm square. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള യൂണിഫോം പ്രഷർ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇന്നർ ഡയമീറ്ററും യൂണിഫോം വിയർ തിയറി യൂസ് ചെയ്തിട്ട് മാക്സിമം ടോർക്കും മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് effective on both sides is required to transmit 25 kilowatt at 3000 rpm. Determine the outer and inner diameter of frictional surface if the coefficient of friction is 0.255, ratio of diameters is 1.25 and the maximum pressure is not to exceed 0.1 Newton per mm square. Also determine the axial thrust to be provided by springs. Assume the theory of uniform wear. ക്ലച്ച് പ്ലേറ്റിന്റെ രണ്ട് സൈഡും എഫക്റ്റീവ് ആയ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് 3000 rpmൽ 25 കിലോവാട്ട് പവർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4ഉം ഡയമീറ്റർ റേഷ്യോ 1.25ഉം മാക്സിമം പ്രഷർ ഇന്റൻസിറ്റി 0.1 ന്യൂട്ടൺ പെർ mm സ്ക്വയറും ആണെങ്കിൽ യൂണിഫോം വിയർ തിയറി യൂസ് ചെയ്തിട്ട് ഫ്രിക്ഷൻ സർഫസിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റേഴ്സും സ്പ്രിങ്ങിന്റെ ആക്സിയൽ ത്രസ്റ്റുമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് നമുക്ക് എഴുതിയെടുക്കാം. ഗിവൺ n is equal to 2, power P is equal to 25 kilowatt equal to 25 into 10 raised to 3 watts, speed n 3000 rpm, coefficient of friction mu 0.255, diameter ratio d1 divided by d2 is equal to 1.25. അതായത് r1 divided by r2 is equal to 1.25. Maximum pressure intensity P max is equal to 0.1 Newton per mm square. ആദ്യം torque transmitted by the clutch കണ്ടുപിടിക്കാം. T is equal to P into 60 divided by 2 pi n. ഇവിടെ പവറിന്റെയും സ്പീഡിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 25 into 10 raised to 3 into 60 divided by 2 pi into 3000. സോൾവ് ചെയ്താൽ ടോർക്ക് 79.6 ന്യൂട്ടൺ മീറ്റർ. ഇതിനെ ന്യൂട്ടൺ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. 79.6 into 10 raised to 3 ന്യൂട്ടൺ mm. അടുത്തത് യൂണിഫോം വിയർ കണ്ടീഷനിലാണ് നമ്മളോട് ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ആക്സിയൽ ത്രസ്റ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യൂണിഫോം വിയർ കണ്ടീഷനിൽ P into R is equal to a constant. The intensity of pressure is maximum at the inner radius R2. അപ്പോൾ P max into R2 is equal to constant. Constant C is equal to 0.1 into R2 unit Newton per mm. അടുത്തത് the axial thrust or load W. യൂണിഫോം വിയർ കണ്ടീഷനിൽ W is equal to 2 pi c into R1 minus R2. ഇവിടെ R1 by R2 is equal to 1.25 ആണ്. അപ്പോൾ R1 is equal to 1.25 R2. ഈ വാല്യൂ W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 pi into 0.1 into R2 into 1.25 R2 minus R2. സിംപ്ലിഫൈ ചെയ്താൽ 0.157 R2 സ്ക്വയർ. അടുത്തത് the mean radius of frictional surface for uniform wear R is equal to 1/2 into R1 plus R2. R1 1.25 R2 ആണെന്ന് നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/2 into 1.25 R2 plus R2 equal to 1.125 R2. അടുത്തത് the torque transmitted T is equal to n mu W R ആണ്. ഇതിലേക്ക് ഡബ്ല്യുവിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 79.6 into 10 raised to 3 is equal to 2 into 0.255 into 0.157 R2 square into 1.125 R2. സോൾവ് ചെയ്താൽ 79.6 into 10 raised to 3 is equal to 0.09 R2 cube. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R2 cube is equal to 79.6 into 10 raised to 3 divided by 0.09 equal to 884 into 10 raised to 3
ഇതിനെ ക്യൂബ് റൂട്ട് ചെയ്താൽ R2ന്റെ വാല്യൂ കിട്ടും. അപ്പോൾ R2 is equal to 96 mm. R1 is equal to 1.25 R2 ആണ്. ഇതിലേക്ക് R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R1 കിട്ടും. അപ്പോൾ 1.25 into 96 equal to 120 mm. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസുമാണ്. അതുകൊണ്ട് ഔട്ടർ ഡയമീറ്റർ ഓഫ് ഫ്രിക്ഷണൽ സർഫസ് D1 equal to 2R1 is equal to 2 into 120 equal to 240 mm. Inner diameter of frictional surface D2 is equal to 2R2 equal to 2 into 96 equal to 192 mm. അടുത്തത് ആക്സിയൽ ത്രസ്റ്റ് ടു ബി പ്രൊവൈഡഡ് ബൈ സ്പ്രിങ്സ് കണ്ടുപിടിക്കണം. അതായത് W is equal to 2 pi c into R1 minus R2 ആണ് equal to 2 pi into 0.1 into R2 into 1.25 R2 minus R2 equal to 0.157 R2 square. ഇത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് W is equal to 0.157 R2 square എന്ന് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇതിലേക്ക് R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.157 into 96 square ആൻസർ 1447 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ആക്സിയൽ ത്രസ്റ്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. A dry single plate clutch is to be designed for an automotive vehicle whose engine is rated to give 100 kilowatt at 2400 rpm and maximum torque 500 Newton meter. The outer radius of friction plate is 25% more than the inner radius. The intensity of pressure between the plate is not to exceed 0.07 Newton per mm square. The coefficient of friction may be assumed equal to 0.3. The helical springs required by this clutch to provide axial force necessary to engage the clutch are 8. If each spring has a stiffness equal to 40 Newton per mm, determine the dimensions of the friction plate and initial compression in the springs. ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിളിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് 2400 RPMൽ 100 കിലോവാട്ട് പവറും 500 ന്യൂട്ടൺ മീറ്റർ മാക്സിമം ടോർക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഫ്രിക്ഷൻ സർഫസിന്റെ ഔട്ടർ റേഡിയസ് 25% ഇന്നർ റേഡിയസിനേക്കാളും കൂടുതലാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3യും 8 ഹെലിക്കൽ സ്പ്രിങ്സ് യൂസ് ചെയ്തിട്ടാണ് ആക്സിയൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സ്പ്രിങ്ങിന്റെയും സ്റ്റിഫ്നെസ് 40 ന്യൂട്ടൺ പെർ mm ആണെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ ഡയമെൻഷൻസും കൂടാതെ സ്പ്രിങ്ങിന്റെ ഇനീഷ്യൽ കംപ്രഷനുമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലച്ച് ഇൻ യൂണിഫോം വിയർ കണ്ടീഷനിലാണ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതിയെടുക്കാം. ഗിവൺ പവർ P is equal to 100 kilowatt is equal to 100 into 10⁻³ watts. Speed N is equal to 2400 rpm. Torque T is equal to 500 Newton meter. Coefficient of friction mu is equal to 0.3. Pressure intensity is equal to 0.07 Newton per mm square. Number of springs 8. Stiffness per spring is equal to 40 Newton mm. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം. ഇവിടെ R1 എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസ് ഓഫ് ഫ്രിക്ഷൻ പ്ലേറ്റും R2 ഇന്നർ റേഡിയസ് ഓഫ് ദ ഫ്രിക്ഷൻ പ്ലേറ്റും ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഔട്ടർ റേഡിയസ് ഓഫ് ദ ഫ്രിക്ഷൻ പ്ലേറ്റ് ഈസ് 25% മോർ ദാൻ ദ ഇന്നർ റേഡിയസ്. അതായത് R1 is equal to 1.25 R2. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് യൂണിഫോം വിയർ ആണ്. അപ്പോൾ P into R is equal to a constant. നമുക്കറിയാം യൂണിഫോം വിയർ കണ്ടീഷനിൽ
പ്രഷർ ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നത് ഇന്നർ റേഡിയസിൽ ആണ്. അതായത് P into R2 is equal to C. അപ്പോൾ C is equal to 0.07 into R2 Newton mm. അടുത്തത് ആക്സിയൽ ലോഡ് ആക്ടിംഗ് ഓൺ ദ ഫ്രിക്ഷൻ പ്ലേറ്റ് W is equal to 2 pi C R1 minus R2. R1 is equal to 1.25 R2. C is equal to 0.07 R2 എന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 pi into 0.07 into R2 into 1.25 R2 minus R2 സിംപ്ലിഫൈ ചെയ്താൽ 0.11 R2 square Newton. അടുത്തത് the mean radius of the friction plate R is equal to 1/2 into R1 plus R2 equal to 1/2 into 1.25 R2 plus R2 സിംപ്ലിഫൈ ചെയ്താൽ R is equal to 1.125 R2. അടുത്തത് ആക്സിയൽ ത്രസ്റ്റിൻ്റെയും മീൻ റേഡിയസിൻ്റെയും വാല്യൂസ് ടോർക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്നർ റേഡിയസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ടോർക്ക് ട്രാൻസ്മിറ്റഡ് T is equal to N mu WR. ഇവിടെ ക്വസ്റ്റ്യനിൽ ടോർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. T is equal to 500 ന്യൂട്ടൺ മീറ്റർ. അതിനെ ന്യൂട്ടൺ mm ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 500 into 10⁻³ is equal to 2 into 0.3 into 0.11 into R2 square into 1.125 R2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 500 into 10⁻³ is equal to 0.074 R2 cube. Then R2 cube is equal to 500 into 10⁻³ divided by 0.074 equal to 6757 into 10⁻³. ഇതിനെ ക്യൂബ് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R2ന്റെ വാല്യൂ കിട്ടും. ഇന്നർ റേഡിയസ് R2 is equal to 190 mm. ഔട്ടർ റേഡിയസ് R1 is equal to 1.25 R2 ആണ് എന്നറിയാം. ഇതിലേക്ക് R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R1 കണ്ടുപിടിക്കാം. അപ്പോൾ 1.25 into 190 equal to 237.5 mm. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ഇനീഷ്യൽ കംപ്രഷൻ ആണ്. സ്പ്രിങ്ങിന്റെ ഇനീഷ്യൽ കംപ്രഷൻ ആക്സിയൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ്. അതിന് ആദ്യം നമ്മൾ സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ടോട്ടൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. ടോട്ടൽ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് S equal to stiffness per spring into number of springs equal to 40 into 80 equal to 320 Newton mm. Axial force required to engage the clutch W is equal to 0.11 R2 square. ഇത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. ഇതിലേക്ക് R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് W കണ്ടുപിടിക്കുക. equal to 0.11 into 190 square equal to 3970 Newton. Initial compression in the spring is equal to W divided by S equal to 3970 divided by 320 equal to 12.4 mm. അപ്പോൾ ഇതോടുകൂടി സിംഗിൾ പ്ലേറ്റ് ഡിസ്ക് ക്ലച്ചിന്റെ ഡിസൈൻ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മൾട്ടിപ്ലേറ്റ് ക്ലച്ചിന്റെ ഡിസൈൻ പ്രോബ്ലം ആയിട്ടാണ് ഞാൻ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.